എല്ലാ കൂട്ടുകാർക്കും റാങ്ക് എക്സ്പ്രസിലേക്ക് സ്വാഗതം. നിങ്ങൾ RRB, PSC, SSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയിലെ 1857 റിവോൾട്ടാണ്. ഇതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അണ്ടർ വിച്ച് പോളിസി ഡിഡ് ദ ബ്രിട്ടീഷ് അനെക്സ് ജാൻസി ഇൻ 1854? Option A, subsidiary alliance. Option B, doctrine of lapse. Option C, permanent settlement. Option D, policy of ring fence. ഏത് പോളിസി പ്രകാരമാണ് 1854 ബ്രിട്ടീഷുകാർ ജാൻസി പിടിച്ചെടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? ഓപ്ഷൻ ബി, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഹു ഇൻട്രൊഡ്യൂസ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. ആരാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ഡൽഹൌസിയാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഡൽഹൌസി. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഡൽഹൌസി, രണ്ടിലും ഡി ഉണ്ടല്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഓർമ്മിക്കാവുന്നതാണ്. പിന്നെ എന്താണ് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞത്? അണ്ടർ ദിസ് പോളിസി, ഇഫ് എൻ ഇന്ത്യൻ റൂളർ ഡൈഡ് വിത്തൗട്ട് എ നാച്ചുറൽ മെയിൽ എയർ, ദ സ്റ്റേറ്റ് വാസ് അനെക്സ്ഡ്. അതായത് ഒരു പുത്രനില്ലാതെ ഒരു ഭരണാധികാരി വരികയാണെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് ഈ നിയമം പറയുന്നത്. പിന്നെ ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ആരാണ് എബോളിഷ് ചെയ്തതെന്ന് അറിയാമോ? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വാസ് എബോളിഷ്ഡ് ബൈ ലോർഡ് കാനിങ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം. വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് അനക്സ് അണ്ടർ ദി ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സത്താറ. ജാൻസിയും അങ്ങനെ പിടിച്ചെടുത്താണ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1854 ജാൻസി പിടിച്ചെടുത്തത്. 1848 സത്താറ അനക്സ് ചെയ്തത്. പിന്നെ ഔദ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു 1856. എന്നാൽ അത് മിസ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടാണ്, അതായത് കറപ്റ്റഡ് ഗവൺമെന്റ് ആണ്, ഇന്നെഫിഷ്യന്റ് ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഔദ് ക്യാപ്ചർ ചെയ്തത്. ഔദിലെ അപ്പോഴത്തെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വാജിദ് അലി ഷാ ആയിരുന്നു ഔദ് എന്ന് ആ സമയത്ത് ഭരിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അറ്റ് വിച്ച് മിലിറ്ററി സ്റ്റേഷൻ ഡിഡ് മംഗൾ പാണ്ഡെ അറ്റാക്ക് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഓൺ മാർച്ച് 29, 1857? 1857 മാർച്ച് 29 എവിടെ വെച്ചാണ് മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഓഫീസറെ അറ്റാക്ക് ചെയ്തത്? ഓപ്ഷൻ എ മീററ്റ്, ഓപ്ഷൻ ബി ബരാക്പൂർ, ഓപ്ഷൻ സി ദാനാപൂർ, ഓപ്ഷൻ ഡി അംബാല. ഇത് മിക്കവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ചാടി കയറി മീററ്റ് തന്നെ ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം 1857 മെയ് 10 വിപ്ലവം ഒഫീഷ്യലായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. എന്നാൽ ആദ്യത്തെ സ്പാർക്ക് ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലെ ബരാക്പൂരിലാണ്. ഓക്കെ, മംഗൾ പാണ്ഡെ 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ ഒരു സിപ്പോയി ആയിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഓഫീസറെ ഷൂട്ട് ചെയ്യുകയുണ്ടായി അല്ലേ. അതിന്റെ കാരണം എന്തായിരുന്നു? ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു എൻഫീൽഡ് റൈഫിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിൽ ഉപയോഗിക്കുന്ന കാട്രിഡ്ജ് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് പശു എന്ന് പറഞ്ഞാൽ വളരെ ഒരു ദൈവത്തെ പോലെ കാണുന്നതാണ് അല്ലേ. അതുപോലെ മുസ്ലിംസ് പന്നിയെ ഹറാമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോൾജിയേഴ്സ് എന്ത് ചെയ്തു? ഈ കാട്രിഡ്ജ് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. അതിൻ്റെ പേരിലാണ് മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഓഫീസറെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നു 1857 ഏപ്രിൽ 8. അപ്പം മറന്നു പോയത് 1857 revolt officially broke out at Meerut on May 10, 1857. But the first spark എവിടെയായിരുന്നു ചോദിച്ചാൽ എന്താ പറയുക? ബരാക്പൂരിലെ, വെസ്റ്റ് ബംഗാളിലെ ബരാക്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ലെഡ് ദ റിബൽ ഫോഴ്സസ് ഓഫ് ദി 1857 revolt ഇൻ ബീഹാർ ഓർ ജഗദീഷ്പൂർ റീജിയൻ? ബീഹാറിൽ അല്ലെങ്കിൽ ജഗദീഷ്പൂരിൽ 1857 വിപ്ലവത്തെ ആരാണ് നയിച്ചത്? നാനാ സാഹിബ്, കൻവർ സിംഗ്, താന്തിയ തോപ്പി, ഖാൻ ബഹദൂർ ഖാൻ. ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? നാനാ സാഹിബ് എവിടെയാണ് ലീഡ് ചെയ്തതെന്ന് അറിയാമോ? നാനാ സാഹിബ് വിപ്ലവത്തെ നയിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ കാൺപൂരിലാണ്. താന്തിയ തോപ്പിയും കാൺപൂരിലാണ്. ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിലാണ്. ഓക്കെ, കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ ഒരു സമീന്ദാർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഗറില്ല വാർഫെയർ ഒക്കെ പ്രശസ്തമായതായിരുന്നു. ഓക്കെ, ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് 1857 റിവോൾട്ട്?
1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ലോർഡ് ഡൽഹൌസി 1848 മുതൽ 56 വരെയായിരുന്നു. നിങ്ങൾ ഓർത്ത് വെക്കുക, 1857 റിവോൾട്ട്, എല്ലാവർക്കും 1857 ഇയർ ഓർമ്മയുണ്ടാവും. അപ്പോൾ 48 to 56 ഡൽഹൌസി ആയിരുന്നു. ഡൽഹൌസി 56 മാറിയ ശേഷം ലോർഡ് കാനിങ് വന്നു. 56 to 62 വരെ ലോർഡ് കാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണുമല്ലേ? ഇപ്പോൾ ആരായിരിക്കും? ലോർഡ് കാനിങ് ആണ്. ഓക്കെ, ലോർഡ് ഡൽഹൌസി ആണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ ആരാണത് എബോളിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ലോർഡ് കാനിങ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡൽഹൌസിയും ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എബോളിഷ് ചെയ്തത് ലോർഡ് കാനിങ്ങുമാണ്. പിന്നെ ഈ 1857 വിപ്ലവത്തിന് ശേഷം എന്തുണ്ടായി? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസ്സാക്കി. അതുപ്രകാരം ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറിയിട്ട് വൈസ്രോയി ആയി മാറി. അങ്ങനെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് മാറി? ലോർഡ് കാനിങ് മാറി. ഓക്കെ, പിന്നെ അതിന്റെ ഫലമായിട്ട് തന്നെ വേറെ പുതിയൊരു പോസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം. അതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അങ്ങനെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിട്ട് ആര് മാറി? ലോർഡ് സ്റ്റാൻലി മാറി. ഓക്കെ, പിന്നെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856ഉം ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856ഉം പാസ്സാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് കാനിങ് ആണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായിയുടെ റിയൽ നെയിം അറിയാമോ നിങ്ങൾക്ക്? അതും ഒരു ക്വസ്റ്റ്യനായി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മണികർണിക താംബെയാണ് റാണി ലക്ഷ്മിബായിയുടെ റിയൽ നെയിം. മണികർണിക താംബെ. ഓക്കെ, മറക്കരുതേ. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹു ടേം ദ 1857 റെബല്യൻ ആസ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? ആരാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്? R.C. മജുംദാർ, S.N. സെൻ, V.D. സവർക്കർ, ബെഞ്ചമിൻ ഡിസ്രേലി? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ സി, V.D. സവർക്കർ. വിനായക് ദാമോദർ സവർക്കർ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കായ ദ ഗ്രേറ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകത്തിൽ 1857 റിവോൾട്ടിനെ ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ഇതിനെ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? സിപ്പോയ് മ്യൂട്ടിനി അല്ലെ ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അവർ ഇതിനെ സ്വാതന്ത്ര്യ സമരമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബെഞ്ചമിൻ ഡിസ്രേലി എന്താണ് പറഞ്ഞത്? നാഷണൽ റൈസിംഗ് എന്നാണ് പറഞ്ഞത്. 1857 റിവോൾട്ടിനെ ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞത് നാഷണൽ റൈസിംഗ്. എന്നാൽ R.C. മജുംദാർ എന്താണ് പറഞ്ഞത്? R.C. മജുംദാർ കോൾഡ് ഇറ്റ് നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ നോർ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇങ്ങനെയാണ് R.C. മജുംദാർ വിശേഷിപ്പിച്ചത്. ഇനി ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് അല്ലേ, 1957 വിപ്ലവം എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സും ലീഡേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡൽഹിയിൽ ആരാണ് ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുണ്ട്. അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫർ ഓർ ബഹദൂർ ഷാ സെക്കൻഡ് ആൻഡ് ബക്ത് ഖാൻ. അദ്ദേഹത്തിന്റെ മിലിറ്ററി ലീഡർ ആയിരുന്നു ബക്ത് ഖാൻ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കോഡുകൾ പറയാം. ഈ കോഡൊന്നും എൻ്റേതല്ല കേട്ടോ, നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ഇത് ഉപകാരപ്രദമായിരിക്കുന്നതായിരിക്കും. ദില്ലി ബാബ എന്ന് ഓർത്താൽ മതി. ദില്ലി ബാബ. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറിൽ, ബാബ. അപ്പം എന്നാൽ ബാ ഫോർ ബഹദൂർ ഷാ സഫർ, ബാ ഫോർ ബക്ത് ഖാൻ, ദില്ലി ബാബ. ഓക്കെ, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. കണ്ണൻ ദാനം എന്ന് ആലോചിച്ചാൽ മതി. കണ്ണൻ ദാനം, KAN. കണ്ട, കണ്ണൻ കാൺപൂരിൽ, നെൻ നാനാ സാഹിബ്, താനത്തിലെ താന്തിയ തോപ്പി. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ കണ്ണൻ ദാനം എന്ന് വെച്ചാൽ കാൺപൂർ, നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. ലക്നൗ ബീഗം ലുക്കാണെന്ന് ഓർത്താൽ മതി. ബീഗം ഹസ്രത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത് മഹൽ. ഝാൻസിയിൽ എല്ലാവർക്കും അറിയായിരിക്കും റാണി ലക്ഷ്മിബായി അല്ലേ, ഝാൻസി റാണി. ബീഹാറിൽ കൻവർ സിംഗ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.